ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു സവാള, മീഡിയം സൈസ് സവാളയാണ്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമുക്ക് ബാക്കി കാണാം. സവാള, ഉപ്പും മഞ്ഞളും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട്, മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇടിച്ചെടുക്കുക. നമുക്ക് ഇതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിക്കണം. ഈ മീൻ കണ്ടോ, കുറച്ച് മീൻ ഞാൻ വരഞ്ഞ് വെച്ചിരിക്കുകയാണ്. നല്ല മുളകെടുത്ത കൈ കൊണ്ടായതുകൊണ്ട് മീൻ നിറമൊക്കെ ഒന്ന് കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് മീൻ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഇട്ടൊന്ന് ഒന്ന് പുരട്ടാം. ആവശ്യമായ ഉപ്പ് ഇടുകയാണ് ഞാൻ. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട്. ഇനി ഇതൊന്ന് കൈകൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും ആവാനൊക്കെ കുറച്ച് വെള്ളം മതിയാവും. ഫ്ലെയിം ഓണാക്കി ഇത് അടുപ്പത്തോട്ട് വയ്ക്കുകയാണ്. ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്കൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ മീനും അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇട്ടു, തിരിച്ച് മറിച്ചിട്ടതാണ്. തിരിച്ച് മറിച്ചാൽ 1 പ്രാവശ്യം മറിച്ചും കിട്ടും. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് ബാക്കി നോക്കാം. ഇവിടെ കുറച്ച് ഇല ബാക്കി വന്നതാണ്, അത് വാട്ടി വെച്ചെടുത്ത് കണ്ടോ. ഞാൻ ഇനി ഈ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിന് ഓൾറെഡിയായി വെച്ചു. ഇത് നമുക്കിവിടെ മീൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഉള്ളിയും കാണിച്ചിരുന്നു. ഉള്ളി നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് ഈ ഉള്ളി നമുക്ക് വെതറാം. വെതറി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഓരോ മീൻ വെന്ത മീനാണ്, അല്ലാതെ വലിയ ഇനി വേവേണ്ട ആവശ്യമില്ല. വെന്ത മീൻ, ഈ ഇലയുടെ ഒരു മണം നല്ല രസം. നിരത്തി വയ്ക്കാം. ചാറ് ബാക്കി വന്നിട്ടുണ്ട്, ചെറിയ ഒരു അല്പം അതിന് മുകളിൽ ഒഴിച്ച്. ഇവിടെ ഒരു അല്പമാണ്, നമ്മൾ എണ്ണ ഒട്ടും ഒഴിക്കാതെ തന്നെ ഇത് വേവിച്ചെടുക്കുകയൊക്കെ ചെയ്തത്. ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചതാണ്. ഇത് നമുക്ക് മൂടി വയ്ക്കും. വലിയ ഇലയാണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പം വലിയ ഇലയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് മൂടി വെച്ചു. ഇനി ഇത് നമുക്ക് അതിന് മുകളിൽ കൂടെ ഒന്ന് മൂടി വയ്ക്കാം. ടൈം ഓഫ് ചെയ്തു. നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. തുറന്ന് നോക്കാം. ഒന്ന് മാറ്റാം. നന്നായിട്ട് വെന്ത് അരിപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടുത്തെന്താന്ന് നോക്കാം. എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഞാൻ പക്ഷേ ഒരു ഇച്ചിരി വിനിഗർ ഒഴിക്കുകയാണ്, ചൊറുക്കം അല്പം ഇതിന് മുകളിൽ കൂടി ഇങ്ങനെ നമുക്ക് ഒഴിച്ചു. ഈ ഇതിട്ടൊന്ന് ഇപ്പോൾ ചൂടോടെ ആകുമ്പം നമ്മൾ അതിട്ട് ഒന്നും കൂടെ അടച്ചങ്ങ് വെച്ചേക്കാം. വിനിഗർ ഒഴിച്ചു. എന്നിട്ട് വീണ്ടും ആ ഇലയിട്ട് നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് മൂടി വെച്ചേക്കാം. അടുപ്പത്തിന് വെക്കണമെന്നില്ല, കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഇലയിലിട്ട് സവാള മാത്രം ഇട്ട് എണ്ണ ഒരു 1.5 ടീസ്പൂൺ എണ്ണ മാത്രം ഒഴിച്ചിട്ട്, എണ്ണ ഇല്ലെന്ന് തന്നെ പറയാം. 1.5 ടീസ്പൂൺ എണ്ണ ഇത്രയും മീനിന് എന്താവാനും, എന്നാലും അത് മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയ ഈ രുചികരമായ ഒണിയൻ ഫിഷ് റോസ്റ്റ്
എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും, കഴിച്ചു നോക്കണം എല്ലാവരും. മീൻ കഴിക്കണം, നമുക്ക് ഇഷ്ടപ്പെടും എന്തായാലും. കാരണം നമ്മൾ വരഞ്ഞൊക്കെ ഇരിക്കല്ലേ മീൻ, കുറച്ച് നേരം ഇത് മുളകെല്ലാം വെച്ച് പിടിപ്പിച്ച് വെച്ചിട്ടാണ് ആ മീൻ അങ്ങനെ തന്നെ ചെയ്തത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.